കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാമായിരുന്ന ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മാതൃകാപരമായി ഈ സംസ്ഥാനത്തിന് പ്രകാശം നൽകിയ, വികസനത്തിന് വഴികാട്ടിയായിരുന്ന എൻ്റെ പിതാവും അച്ചാച്ചൻ്റെ ഓർമ്മ ദിവസമാണ്. ഇന്ന് ഇതേ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ തിരുനക്കരയിൽ അനുസ്മരണം നടത്താറുള്ളതാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ കുർബാന കഴിഞ്ഞിവിടെ ഒപ്പീസ് നടത്തി. ആ ഓർമ്മകളാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിൽ. രാഷ്ട്രീയത്തിനും മതത്തിനും മുന്നണിക്കൊക്കെ അതീതമായിട്ടുള്ള ഒരു സ്നേഹമാണ് ഇന്ന് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. ഏതെക്കാലം ഈ സന്ദർഭത്തിൽ പാലായിലെയും അതോടൊപ്പം തന്നെ കേരള സംസ്ഥാനത്തുള്ള ജനങ്ങൾ അച്ചാച്ചനെ ഓർക്ക് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ഈ സന്ദർഭത്തിലുള്ളത്. എങ്ങനെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിനമാണ്, ആത്മവിശ്വാസം? തെരഞ്ഞെടുപ്പ് ദിനവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ്, ജനങ്ങളുടെ കയ്യിലാണ്. തീർച്ചയായും അവരെല്ലാവരും ഓരോരുത്തരും തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം പാലായെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ ഒരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. അതിന് ആ ജനങ്ങൾ തീർച്ചയായും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ കേരള സംസ്ഥാനത്ത് കേരള സംസ്ഥാനത്തിന്റെ പൾസ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ച് പൊതുവെ പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ വികസന പ്രക്രിയയിൽ ആ വികസന പദ്ധതികൾ ഒരാൾക്ക് ഒന്നുപോലും ഈ വികസനം വേണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യമില്ല. ഈ വികസനം സമയബന്ധിതമായി നടപ്പിലാക്കി കേരള സംസ്ഥാനത്തെ ചരിത്രത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ പറ്റാതെ പോയി എന്നുള്ളത് പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞു. ആ പ്രതീക്ഷയ്ക്കോ അപ്പുറത്തുള്ള വികസന പദ്ധതികളും നടത്തി എന്നുള്ളതിനപ്പുറം ഏറ്റവും കൂടുതൽ ആ ജനങ്ങളെ ചേർത്ത് പിടിച്ചു. അത് ക്ഷേമ പെൻഷനായിട്ട്